ഇതേ കാണുന്നു 3 വർഷം എത്തി ഒറ്റ കൊട്ടടിച്ചാൽ ജീവിതത്തിൽ പെയിന്റ് അടിക്കേണ്ടാവുന്ന വീട് ഇതേ കണ്ട പായലിന് വിടാ പൂപ്പലിന് വിടാ പെയിന്റിന് വിടാ ഈ മതിൽമ ക്രാക്ക് വീണു നോക്കിയേ കണ്ട ക്രാക്ക് വീണു കണ്ട ഈ ക്രാക്ക് വീണാൽ ഇതിൻ്റെ അകത്തോടെ വെള്ളം ഇറങ്ങും പുറത്തിറങ്ങും ഈ ക്രാക്ക് കാണും ചെയ്യും പുറത്ത് ഗസ്റ്റൊക്കെ വരുമ്പോൾ കാണും ചെയ്യും ഈ കോട്ടിങ് അടിച്ച് ഈ ക്രാക്ക് കാണില്ല യെസ് സുരഭി ഫ്രീ ഫ്ലോറിംഗ് സൊല്യൂഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒറ്റ കോട്ടടിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾ പെയിന്റ് അടിക്കണ്ട. ഒറ്റ കോട്ടടിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ ഇനി പെയിന്റ് അടിക്കണ്ട. ആ പ്രോഗ്രാം ഇന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിക്കാൻ നമ്മുടെ കുറേ പ്രേക്ഷകർ കോഴിക്കോട് കാസർഗോഡ് എല്ലാ ഭാഗത്തുനിന്നും അവർക്കിത് കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടി ഇന്ന് ഞങ്ങൾ 1-ാം തീയതി ഒരു ഡെമോ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എല്ലാവരും എത്തി. അപ്പോൾ ഇന്ന് അവർക്ക് വേണ്ടിയുള്ളൊരു ഡെമോ ആണ് ഇന്ന് ചെയ്യണത്. എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള കമ്പനി അതിന് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞ പ്രോഡക്റ്റിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താണ്. അപ്പോൾ നമുക്ക് ചെയ്താലോ? പ്രൈമർ മിക്സ് ചെയ്യണ എല്ലാവർക്കും തുടങ്ങാം. ജർമ്മനിയിൽ മഞ്ഞ് വീഴും. മഞ്ഞ് സ്വിറ്റ്സർലൻഡ് യൂറോപ്പിൽ മഞ്ഞുണ്ട്. ഏകദേശം ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഇത്ര മഞ്ഞ് വീഴും. ഈ മഞ്ഞ് വീഴുന്ന സമയത്ത് ഈ മഞ്ഞ് ഉരുകി കുറേ സമയം എടുക്കുമല്ലോ, നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഈർപ്പം വരും. അപ്പോൾ അവരെങ്ങനെ ചെയ്യും? പെയിൻ്റ് അടിച്ച് അങ്ങനെ നിൽക്കും. നമ്മളിവിടെ മഴയാണ് പ്രശ്നം, അവിടെ മഞ്ഞാണ് പ്രശ്നം. അപ്പോൾ അവിടെ മഞ്ഞുകൾ അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. പിന്നെ ജർമ്മനി പോലുള്ള സ്ഥലങ്ങളിൽ കോസ്റ്റ് കൂടുതലാണ്, ലേബർ കോസ്റ്റ്. അവർ ഡെയിലി പെയിൻറ്റ് അപ്പോൾ 1 ടൈമിലെല്ലാം തീർക്കും. അപ്പോൾ 1 ടൈം പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങൾക്കിതെല്ലാം തരുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോ പോയപ്പോൾ എല്ലാവരും സംശയം പറഞ്ഞുതരാം. ഒന്ന്, പുട്ടിയിടുകയോ വൈറ്റ് സിമെൻറ്റ് അടിക്കുന്ന ബിൽഡിങ്ങിൽ ഇത് ചെയ്യാൻ പാടില്ല. വൈറ്റ് സിമെൻറ്റും പുട്ടിയിടുന്നത് അത് ചോദിച്ചിട്ട് വന്നിട്ട് കാര്യമില്ല. അതെല്ലാം അല്ലെങ്കിൽ ഗ്രൈൻഡർ ഇത് കളയണം. അതിന് എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. നിങ്ങൾ ചെയ്യാൻ പോയാൽ നിങ്ങൾക്ക് നഷ്ടം വരും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ പോകണ്ട. പുതിയ വീടുകൾക്കാണ് ഞാൻ പറയുന്നത്. പുതിയ വീടുകൾക്ക് നിങ്ങൾ എന്തായാലും ഇത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഉത്തമം. പിന്നെ വേറെ കുറേ കസ്റ്റമർ വേണ്ട അകത്ത് പറ്റുമെന്ന് ചോദിച്ചു. അകത്ത് പറ്റില്ല കേട്ടോ. ഈ പ്രോഡക്റ്റ് അകത്ത് ചെയ്യാൻ പറ്റില്ല, അകത്ത് ചെയ്യരുത്. പിന്നെ ഇതേപോലെ വാർക്കയുടെ മുകളിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. വാർക്കയുടെ മുകളിലും ചെയ്യാൻ പറ്റില്ല. നമ്മളിത് കൈ കൊണ്ട്, ഇത് ചെറിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് കൈ കൊണ്ട് മിക്സ് ചെയ്യണത്. ശരിക്കും ഒരു 15 ലിറ്ററിൻ്റെ ഇതിൽ വരണം. അത് നമ്മൾ ശരിക്കും മെഷീൻ വെച്ച് മിക്സ് ചെയ്യണം. പിന്നെ ഈ പ്രൊഡക്റ്റ് ഒന്നും നിങ്ങൾക്ക് ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടില്ല. ഇത് കസ്റ്റമൈഡ് പ്രൊഡക്റ്റാണ്. ജർമ്മനിക്കാരുടെ ഒരു പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഷോപ്പുകളിൽ അവർ വിൽക്കുകയില്ല, കൊടുക്കുകയില്ല. അവർ ഡയറക്റ്റ് കസ്റ്റമൈഡാണ്. നിങ്ങൾക്കൊരു സാധനം ആവശ്യമുണ്ടെങ്കിൽ അവർ കമ്പനി വന്ന് ആദ്യം സ്ഥലം നോക്കും. നിങ്ങൾ അതിൽ ഓക്കെ ആണോ, അത് വില്ലിങ് ആണോ, അതാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് അവർ നിങ്ങൾക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് തരും. അത് ഓക്കെ ആണെങ്കിലാണ്. ഇനിയുള്ള കാലങ്ങളിൽ അങ്ങനെയാണ്. കമ്പനി പറയുന്നത് 2 മണിക്കൂർ കഴിയുമ്പോൾ ഉണങ്ങുന്ന. പക്ഷെ നമ്മൾ ക്ലൈമറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നോക്കണ്ട. ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, ധൃതിയൊന്നും വേണ്ട. കമ്പനി പറയുന്നത് അവർ കുറേ സ്റ്റഡിയുടെ ആ ക്ലൈമറ്റൊക്കെ വെച്ചിട്ടാണ്. നമ്മുടെ പല ക്ലൈമറ്റാണ്, നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. ഒരു പിറ്റേ ദിവസം ചെയ്താൽ മതി. അതിൽ ഞാൻ ജസ്റ്റ് ഇതിന് പ്രൈമറിൻ്റെ കോസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. WPM 300 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് ഈ അടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് 12.50 വരും. ഇനി ഇതിൻ്റെ കുറഞ്ഞത് കിട്ടും നിങ്ങൾക്ക് മാർക്കറ്റിൽ, ഇവരിറക്കുന്നുണ്ട്. ഇത് തന്നെ പ്രൈമർ. അത് ഒരിക്കലും അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷേ നാളെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വേറൊരാൾ ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങനെ മാർക്കറ്റിൽ ഉണ്ട് എന്ന് അറിയണം. ഓക്കെ, അത് 265 ആണത്. അതിന് 6 രൂപ വരും. 1 സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത്ര കോസ്റ്റ് വരും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം യൂട്യൂബിൽ കുറേ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. ഇത് 12.50 സ്ക്വയർ ഫീറ്റ് റേറ്റാണ്. നമുക്കിത് ഇപ്പോൾ ഒരു 10 ലിറ്ററിൻ്റെ 15 ലിറ്ററിൻ്റെ 5 ലിറ്ററിൻ്റെ പല ടിന്നായിട്ട് നമുക്ക് കിട്ടും. കമ്പനി പറയുന്ന അടിച്ചാൽ ഇത് വേണമെങ്കിൽ നമ്മൾ ലൂസാക്കി അടിക്കാൻ വെള്ളം കൂടുതലിറക്കാൻ കൂടുതലല്ലാതെ അതല്ല കറക്റ്റ്. അപ്പോൾ ഇതിന് ഒരു ടിന്നിൽ എത്ര വില, എത്ര സ്ക്വയർ ഫീറ്റ് കിട്ടും, ഇതിനേക്കാളും നല്ല നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്കാണ് പറയണത്. എത്ര ഏരിയ കിട്ടും എന്നൊക്കെ പറയുന്നത് സ്ക്വയർ ഫീറ്റ് റേറ്റ് ഏകദേശം ഇത്രയും വരും ഇതിൻ്റെ കോസ്റ്റ്. അതറിഞ്ഞാൽ മതി. പിന്നെ നമുക്ക് എത്ര വീടുണ്ട്, ഇത് മൊത്തം വീട് ആദ്യം നമ്മൾ അളവെടുത്തിട്ട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത്ര ക്വാണ്ടിറ്റി നിങ്ങൾക്ക് തരും. ആ ക്വാണ്ടിറ്റി വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ കാണുന്ന ബിൽഡിങ്ങും മൊത്തം നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. സൺഷെയ്ഡ് ഇല്ല. ഇതിപ്പോൾ അവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ സൺഷെയ്ഡ് ഉണ്ട്, ഫ്രണ്ട് മാത്രം. പിന്നെ ഇതിൻ്റെ ബാക്കും
ഫ്രണ്ട് ഒന്നും സൺഷെയ്ഡ് ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഡയറക്റ്റ് വെള്ളം ഒലിച്ചിറങ്ങും സിമെൻറ്റുമേ. അപ്പോൾ 6 മാസം എന്നുള്ള മഴ 8 മാസമായി. അപ്പോൾ അത് ഡാമേജ് വരും. അതിന് ഈ സാധനം കോട്ട് ചെയ്യും നമ്മൾ. നിങ്ങൾക്ക് ഒരു 2-3 മാസം കൊണ്ട് ഇത് വർക്ക് തീരും. തീർന്നിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഞങ്ങളൊരു വീട് ഇത് കഴിയുമ്പോൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് എറണാകുളത്തൊരു വീട് പരിചയപ്പെടുത്തുന്നുണ്ട്. 1000 ദിവസം കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ വീടാണ്, 3 വർഷം കഴിഞ്ഞ വീടാണ്. യെസ്, ദേ കാണുന്നു 3 വർഷം എത്തി. ഒറ്റ കോട്ടടിച്ചാൽ ജീവിതത്തിൽ പെയിൻ്റ് അടിക്കേണ്ടാകുന്ന വീട്. ഇതേ കണ്ട 3 വർഷമായി. എന്തോ അടിപൊളി. ഗേറ്റിനെ കണ്ട എന്തോ സ്മൂത്ത്. തൊടുമ്പന്നെ തുറന്നു. ഇവിടെ എല്ലാം വെറൈറ്റിയാണ്. ഫ്ലോറും ഒക്കെ എന്തോ ഭംഗി. കണ്ട ഇതിനകത്ത് ഇഷ്ടിയ അടിച്ച് നോക്കിയാൽ ഇഷ്ടിയ കണ്ട അതൊക്കെ ഫിനിഷിങ് നോക്കിയാൽ എന്തോ എൻ്റെ എനർജി. കണ്ണെടുക്കാൻ തോന്നില്ല. അടിപൊളിയല്ലേ? ഈ വീട് മൊത്തത്തിൽ അടിപൊളിയല്ലേ? ഇതേ കാണുന്നു കണ്ട ഈ വർക്ക് കണ്ടില്ലേ? ഇതാണ് സംഭവം. ഈ വീട് മൊത്തം അടിച്ചിട്ടുണ്ട്. 3 വർഷം കഴിഞ്ഞു, 1000 ദിവസം കഴിഞ്ഞു, ഒരു കംപ്ലൈൻറ്റ് ഇല്ല. ഒറ്റ കൊട്ടടിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾ പെയിൻ്റ് അടിക്കണ്ട. ഒറ്റ കൊട്ടടിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ പെയിൻ്റ് അടിക്കണ്ട. ക്രാക്ക് വരില്ല. ക്രാക്ക് വന്ന് വെള്ളം അകത്തേക്ക് കയറില്ല. വീടിൻ്റെ ഭിത്തിക്ക് ലീക്ക് ഉണ്ടാവില്ല. ഒന്നും തന്നെ ഉണ്ടാവില്ല. ഈ സിറ്റൗട്ട് നോക്കിയേ, എന്താണ് ഐഡിയ നോക്കിയേ. സിറ്റൗട്ട് നോക്കിയേ, എന്ത് മനോഹരം കണ്ടാ, എത്ര അടിപൊളിയാണ് നോക്കിയേ. ഇവിടെ കുറച്ച് ഇഷ്ടിയ, ഇവിടെ കുറച്ച് വർക്ക്, എന്തോ റോയൽ. ഇവിടെ ചാരുകസേര അടിപൊളി നോക്കി. നമുക്ക് അടിപൊളിയാണ് ഇത് വർക്ക്. ഇവിടെ കണ്ട മുഷിയില്ല നമ്മൾ. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കൈ പിടിച്ച് ഇവിടെ ഇങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ കൈ പിടിക്കും, ഷൂസ് ഇടാൻ വേണ്ടി കൈ പിടിക്കും ഒക്കെ. അത് കണ്ട മുഷിയില്ല, കണ്ട ചെളിയാവില്ല. കാരണം ഇവിടെയൊക്കെ നമ്മൾ ഡെയിലി വരുമ്പോൾ അങ്ങനെ എല്ലാവരും കൈ പിടിക്കും, തുറക്കും, അല്ലെങ്കിൽ ഷൂസ് ഇടാൻ വേണ്ടി ഇവിടെ കൈ കൂത്തും ഒക്കെ ചെയ്യുമ്പോൾ വേണ്ട ചെളിയായിട്ടില്ല. കണ്ട അതൊക്കെ നല്ല ലുക്കാണ്. നമുക്ക് കൂടുതൽ സേഫാണ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ, വാ അടിപൊളി. വീടിൻ്റെ ചുറ്റും ഇത് പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ വീടിൻ്റെ പെയിൻ്റ് അടിച്ചത്. നിങ്ങൾ കാര്യം നോക്കുക. ഇപ്പോൾ ഇവിടെ ഇപ്പം നമുക്കിവിടെ ചെളി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടതേ നമ്മുടെ അടുത്ത് ഇരിക്കുന്നു വെള്ളം ഒഴിക്കും. കണ്ടാ ഇതിങ്ങനെ വെച്ചിട്ട് നിങ്ങൾ കൈ കൊണ്ട് കഴിയാൻ മതി. കണ്ട പെയിൻറ്റിൽ ഇങ്ങനെ കഴിയാണ്ടല്ലോ, വിവരം അറിയും. കണ്ട ഇത് വാട്ടർ പ്രൂഫാണ്. ഇത് ഫ്ലെക്സിബിൾ ബോഡിയാണ്. ഇതിൽ പെയിൻ്റ് അല്ല. പെയിൻറ്റ് പൊളിഞ്ഞു പോകും. ഇതൊരിക്കലും പൊളിഞ്ഞു പോവില്ല. ഇതുമ്പോൾ ചെളി ഇരിക്കില്ല, കണ്ട പൊടി ഇരിക്കില്ല. പെയിൻറ്റിൽ ഈ പരിപാടി നടക്കില്ല കേട്ടോ. പെയിൻറ്റ് ഡെയിലി കഴിയാൻ കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകും. ഇത് പെയിൻ്റ് അല്ല. ഈ പ്രൊഡക്റ്റ് വാട്ടർ പ്രൂഫ് കോട്ടിംഗ് ആണ്. ഒറ്റ തവണ അടിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾ പെയിൻ്റ് അടിക്കില്ല. അടിപൊളി പ്രൊഡക്റ്റാണ്. നമുക്കിതാണ് ഇപ്പോൾ ഈ ചെടിയൊക്കെ നനയ്ക്കുമ്പോൾ ചെറിയതൊക്കെ പോകും. നമുക്കിത് ജസ്റ്റ് കഴുകിയാൽ മതി. കണ്ട ഇതിങ്ങനെ കൈ കൊണ്ട് വരച്ച് കഴിയാൽ പോകും. അല്ലെങ്കിൽ ഒരു തുണി എടുത്ത് കഴിയാൽ മതി. ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരട്ടെ. ഇപ്പോൾ ഈ മതിലിന് നമ്മൾ ഈ പെയിൻ്റ് അടിച്ചില്ല. കണ്ട ഈ മതിലിന് പെയിൻ്റ് അടിച്ചില്ല. ഈ മതിലിന്മേൽ ക്രാക്ക് വീണു. നോക്കേ കണ്ട ക്രാക്ക് വീണു. കണ്ട ഈ ക്രാക്ക് വീണാൽ ഇതിൻ്റെ അകത്തോടെ വെള്ളം ഇറങ്ങും, പുറത്തിറങ്ങും. ഈ ക്രാക്ക് കാണും ചെയ്യും. പുറത്ത് ഗസ്റ്റൊക്കെ വരുമ്പോൾ കാണും ചെയ്യും. ഈ കോട്ടിങ് അടിച്ച് ഈ ക്രാക്ക് കാണില്ല. ഫ്ലെക്സിബിളാണ്. അപ്പോൾ ക്രാക്ക് കാണില്ല. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് വെള്ളം അകത്തേക്ക് ഇറങ്ങില്ല. ബിൽഡിങ് സേഫായിരിക്കും. പിന്നെ പൂപ്പലായി പിടിക്കില്ല, കളർ ഫേഡ് ആവില്ല. ഒറ്റ പ്രാവശ്യം പെയിൻ്റ് അടിച്ചാൽ മതി. ജീവകാലം നമ്മൾ അടിക്കണ്ട. നമുക്ക് ബെനിഫിറ്റാണ്. അപ്പോൾ കണ്ട ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിന് ഡാമേജ് വരും. ഇതൊന്നും വരാതിരിക്കാനുള്ളൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ ഒറ്റ കൊട്ടടിച്ചാൽ ജീവിതകാലം പെയിൻ്റ് അടിക്കണ്ട. ഈ പ്രൊഡക്റ്റിൻ്റെ പേരാണ് ആർഡെക്സ് എൻഡൂറ. യെസ്, അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഉണ്ട്. ഇത് മതിലാണ്. ഈ മതിലിൽ നമ്മൾ സ്ഥിരം വന്ന് വെള്ളം വീണ് കിടന്ന് കഴിയുമ്പോൾ വെള്ളം കിടന്നതിൻ്റെ കളറാണ്. ഇതുമ്പോൾ പിടിക്കുന്നില്ല വെള്ളം. ഒരു കണ്ട ഇത് കൈമ തുടയ്ക്കുമ്പോൾ തന്നെ പോകുന്നുണ്ട്. ഇത് വെള്ളം പിടിക്കുന്നില്ല. ഇങ്ങനെ എന്തെങ്കിലും സാഹചര്യം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇതുമാതിരി സ്പോഞ്ച് ഉണ്ട്. ഈ സ്പോഞ്ച് വരെ മയക്കുക. ഇതേ വാഷിംഗ് ഷാമ്പു എടുക്കുക, ഇതിലങ്ങോട്ട് ഇടുക. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്തു. കുറച്ച് ഏരിയ കളഞ്ഞ് കാണിച്ചു തരാം, എന്നാലും നമുക്ക് മനസ്സിലാവുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇത് മാറും. ഓക്കെ കണ്ടാ, വളരെ സിമ്പിളായിട്ട് നോക്കേ, വളരെ സിമ്പിൾ കണ്ടാ. ഇതാണ് ഞാൻ പറഞ്ഞേ, പായലിന് വിടാം, പൂപ്പലിന് വിടാം, എന്നേക്കുമായി പെയിൻറ്റിന് വിടാം. ഓക്കെ, വളരെ സിമ്പിൾ. ജീവിതകാലത്ത് നിങ്ങൾ പെയിൻറ്റ് അടിക്കണ്ട, ഒറ്റ കോട്ടടിച്ചാൽ മതി. എന്തുണ്ടെങ്കിലും ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാലേ, ഇത് എന്തുകൊണ്ടാണ് ഇതിലേക്ക് വരുന്നത്? ഇത് വെള്ളം കെട്ടിക്കിടന്നു. കാരണം വാൾമ വെള്ളം കെട്ടിക്കിടക്കില്ല. അതുകൊണ്ട് കണ്ടാ നേരിട്ട് ഒരു പാടുണ്ടാവില്ല, ഒരു ക്രാക്ക് ഉണ്ടാവില്ല, പാടുണ്ടാവില്ല, ക്രാക്ക് ഉണ്ടാവില്ല. പിന്നെ ഒരു കാലത്ത് അകത്തേക്ക് വെള്ളം വരില്ല. ബിൽഡിങ്ങിന് ജീവിതകാലത്ത് പെയിൻ്റ് അടിക്കണ്ട. എത്ര ഗുണങ്ങളുണ്ട്! നിങ്ങൾ വൈറ്റ് സിമെൻറ്റ് അടിക്കണ്ട, പുട്ടി ഇടണ്ട, പെയിൻ്റ് അടിക്കണ്ട,
ക്രാക്ക് ഉണ്ടാവില്ല, ജീവിതകാലത്ത് പെയിൻ്റ് അടിക്കില്ല. എന്ത് ഗുണങ്ങളുണ്ട്? നമുക്ക് ഇതിൻ്റെയൊക്കെ ചിലവിനേക്കാളും കുറവ് റേറ്റ് കിട്ടും. അടിപൊളി പ്രൊഡക്റ്റ് അത്. ഇനി വാഷ് ചെയ്ത് വെച്ചത് പുതുപുത്തൻ കേട്ടാ, പുതുപുത്തനായി, പുതുപുത്തൻ കണ്ടാ, പുതുപുത്തൻ. എന്താ അടിപൊളി, അടിപൊളി. കാരണം ഇവിടെ കണ്ട വാഷ് ചെയ്ത് കണ്ടില്ലേ, ഇവിടെ കണ്ട പുതുപുത്തൻ. ഇതിങ്ങനെ വാഷ് ചെയ്താണ്ടല്ലോ, പെയിൻറ്റിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം ആ പെയിൻറ്റ് പൊളിഞ്ഞു വരും. പെയിൻറ്റിൽ വാഷിങ് നടക്കില്ല, പെയിൻറ്റ് പൊളിഞ്ഞു വരും. അതുകൊണ്ട് ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ പെയിൻറ്റിൽ. നിങ്ങൾ 100% നിങ്ങൾ അഡക്സ് എൻഡൂറയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ചെയ്തോ. നിങ്ങൾ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം അടിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾ പെയിൻ്റ് അടിക്കണ്ട. ഒറ്റ പ്രാവശ്യം അടിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ പെയിൻ്റ് അടിക്കണ്ട. പുതുപുത്തൻ. ഇനി ചില സംശയം പറഞ്ഞു, ഇത് പൊളിഞ്ഞു പോരുമെന്ന്. ഇങ്ങനെ പൊളിഞ്ഞു വരുമെന്ന്. ഇതിങ്ങനെ അങ്ങനെ പൊളിഞ്ഞു ഒരിക്കലും ഇല്ല. നിങ്ങൾ വേണ്ടി നോക്കിയോ, അതെ ഞാനിതിൽ പീസ് എടുത്ത് പൊളിഞ്ഞു. ഇതിൻ്റെ സൈഡിലോ എവിടെയൊക്കെ വേണ്ടി നോക്കിയോ, ഇവിടെ നോക്കിയോ, പൊളിഞ്ഞു വരില്ല, ഒരിക്കലും പൊളിഞ്ഞു വരില്ല. 100% ഗ്യാരണ്ടി. നിങ്ങൾ പൊളിച്ച് നോക്കൂ, കറക്റ്റായിട്ട് ഉണങ്ങിയാൽ നിങ്ങൾക്ക് പൊളിക്കാൻ പറ്റുമെന്ന് നോക്കൂ. പൊളിയില്ല ഒരിക്കലും. ഇത് ഷീറ്റ് പോലെ പൊളിഞ്ഞു പോവില്ല. ഇത് പെയിൻ്റ് അല്ല, വാട്ടർ പ്രൂഫ് പ്രൊഡക്റ്റാണ്. ഇതിട്ടായ ക്രാക്ക് വീഴില്ല, ഒന്നും തന്നെ വീഴില്ല. നമുക്ക് വാഷ് ചെയ്ത് പോകും. ഇത് പെയിൻറ്റ് ഇതുമാതിരി വാഷ് ചെയ്യാൻ പറ്റില്ല. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് വരും. നിങ്ങൾക്ക് 100% പ്രൊഡക്റ്റ് ഉപകാരമുണ്ട്. ഇത് 3 വർഷത്തെ വീടാണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. 3 വർഷത്തെ വീടാണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇത് കളറ് ഇതുമാതിരി നമ്മൾ കളറ് കഴിഞ്ഞ പ്രാവശ്യം വൈറ്റ് അടിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു വേറെ കളറില്ലെന്ന് വെച്ചു. ഇത് ബേസ് കളർ, അതിൻ്റെ മുകളിൽ കളർ അടിക്കും. പുട്ടി അങ്ങനെയാണ്, പക്ഷേ പുട്ടി പോലെ അല്ലത്. പുട്ടിയിൽ വൈറ്റ് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഇഷ്ടമുള്ള കളർ അടിക്കണം. അത് ആവശ്യമില്ല. നിങ്ങൾ ഏത് കളർ വേണോ ആ കളർ തരും. പിന്നെ ഇതുമ്പോൾ രണ്ടാമത് കളർ അടിക്കേണ്ട ആവശ്യമില്ല, ആ കളറാണ്ട് തരും. പിന്നെ നമ്മൾ കസ്റ്റമൈഡ് കളറാണെങ്കിൽ മിനിമം 5000 സ്ക്വയർ ഫീറ്റ് വേണം. കസ്റ്റമൈഡ് കളർ എടുക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറാണ് പറയണമെങ്കിൽ 5000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ള കളർ നമുക്ക് ചെയ്തു തരും. അല്ലെങ്കിൽ നമ്മൾ ഈ സാധനം ഇവരിലുള്ള റെഗുലർ ഫാസ്റ്റ് മൂവ്മെൻറ്റ് കളർ എടുക്കേണ്ടി വരും. ഇതിൽ വെള്ളം ചേർക്കരുത്. ഇത് അലാസ്റ്റിക്കാണ്, ഇത് പെയിൻ്റ് അല്ല. ഇത് അടിച്ചു കഴിയുമ്പോൾ കാണിച്ചു തരാം നമുക്ക്. ഇത് അലാസ്റ്റിക്കാണ്, ഇത് പെയിൻ്റ് അല്ല. ഇതിൽ വെള്ളം ചേർക്കരുത്. പ്രൈമറിൽ വെള്ളം ചേർക്കണം, ഇതിൽ വെള്ളം ചേർക്കരുത്. ശ്രദ്ധിക്കാട്ടോ. നല്ല ഭംഗിയല്ലേ കണ്ടിട്ട്? നല്ല ഭംഗിയല്ലേ? ഈ പ്ലെയിനും നമ്മൾ എന്തിനാ ചെയ്യണേ? പ്ലെയിൻ ചെയ്യരുത്. ഈ സാധനം നോക്കൂ, ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇത് പ്യുവർ വൈറ്റ് ആണ്. കണ്ട അലാസ്റ്റിക് കണ്ട, വലിയ കണ്ട. ഓക്കെ, ഇതിൻ്റെ അകത്ത് വെള്ളം വെള്ളം തരും. നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വെള്ളം ചേമ്പിൻ്റെ ഇല പോലെ തെറിച്ച് പൊക്കോളും. കണ്ട, അതെ, ഇത് പിടിക്കില്ല. ബാക്ക് പെട്ടെന്ന് മനസ്സിലാവും. കണ്ട, ക്ലിയർ ആയോ? ഇതൊരു അലാസ്റ്റിക് കോട്ടി. ക്ലിയർ ആയില്ലേ? പെയിൻറ്റ് പോലെ പൊക്കോളും. ഓക്കെ, വാട്ടർ പ്രൂഫാണ്. ഇത് പെയിൻ്റ് അല്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് പെയിൻ്റ് അല്ല. ഇത് നമുക്ക് മുഷിഞ്ഞാൽ എന്ത് ചെയ്യണം? പൊടി വന്നു, നമ്മൾ പ്രഷർ പമ്പ് ഉപയോഗിച്ച് അടിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലിയർ ആയില്ലേ? പ്രഷർ പമ്പ് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കിത് ഇതിന് മുകളിൽ പെയിൻ്റ് അടിക്കും. ക്രാക്ക് വരില്ല. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇല്ല, ബിൽഡിങ്ങിന് ക്രാക്ക് ഉണ്ടായാലും അകത്തുനിന്ന് വെള്ളം വരില്ല, അകത്തേക്ക് വെള്ളം വരില്ല. നമ്മൾ ആ റോളർ ബ്രഷ്, ഒരു മിനിറ്റ്. ഈ റോളർ ബ്രഷ് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് കിട്ടും കേട്ടോ. ഇത് ഇഷ്ടമുള്ള ടൈപ്പ്, അത് വാങ്ങിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ആക്കാം. ക്ലിയർ ആയില്ലേ? പക്ഷേ ഡിസൈൻ ആക്കുമ്പോൾ ഈ ഓവർ ഹോളുള്ള സാധനമൊന്നും പറ്റില്ല. ഒരു ലിമിറ്റ് ഉണ്ടാവണം കേട്ടോ, അല്ലെങ്കിൽ അത് ലീക്കായി വെള്ളത്തേക്ക് ഇറങ്ങരുത്. ഇത് ഹണികോംബ് റോളറാണ്. ഇതാണ് ഉപയോഗിക്കേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല നമുക്ക്, സ്മൂത്ത് റോളർ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫിംഗ് പ്രോപ്പർട്ടി കിട്ടില്ല അതിൽ. അതാണ് മെയിനായിട്ടുള്ളത്. ഈ ഹണികോംബിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1 mm തിക്നെസ്സുള്ള ഒരു മെമ്മറിയും കിട്ടും, ഒരു വാട്ടർ പ്രൂഫിംഗ്. പിന്നെ വേറൊരു കാര്യം, നമുക്കിതിൽ വേറെ വിഷയം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ഒരു 2 നാളോട് പറഞ്ഞാലേ, ഇപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഈ ഓഫീസൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മുടെ ഫാദർ ഉണ്ടായിരുന്നു. അപ്പോൾ ഫാദറിൻ്റെ അടുത്ത് ഞാൻ പ്ലൈവുഡ് വെച്ച് ഒരു മേശയും കസേരയൊക്കെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോൾ ഫാദർ സമ്മതിച്ചില്ല. ഫാദർ പറഞ്ഞു വേണ്ട, തേക്ക് അല്ലെങ്കിൽ പിന്നെ പ്ലാവ്, ആഞ്ഞിലി, പഴയ ഒരു ട്രഡീഷണൽ ആൾക്കാർ പറയുന്ന പോലെ തന്നെ പറഞ്ഞു. ഞാൻ അത് വെച്ച് ഉപയോഗിച്ചു. പക്ഷേ കാലം അന്ന് ഒരു ഏകദേശം 2000-ലാണ്. ഇന്ന് പ്ലൈവുഡിൻ്റെ ഡിമാൻഡ് നമ്മൾ ഓർഡർ എടുത്ത 3 മാസം കഴിഞ്ഞാൽ കിട്ടണേ. അത്ര ഡിമാൻഡ് പ്ലൈവുഡിന്.
മരത്തേക്കാളും കൂടുതൽ ഡിമാൻഡ് പ്ലൈവുഡായി. അപ്പോൾ എന്ന് പറഞ്ഞാൽ പുതിയൊരു പ്രൊഡക്റ്റ് ഞങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ട്രഡീഷണൽ ആൾക്കാർക്ക് ഇത് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ല. ട്രഡീഷണൽ ആൾക്കാർ ട്രഡീഷണൽ ലെവലിലേ പോവുള്ളൂ. അവർക്കിത് പറഞ്ഞാൽ എത്ര, അപ്പോൾ ഞാൻ പറയും ന്യൂ ജനറേഷൻ വരുന്നുണ്ട്. ന്യൂ ജനറേഷൻ ആൾക്കാർക്കാണ് ഇതിൽ ചേഞ്ച് വരേണ്ടത്. ട്രഡീഷണൽ ആൾക്കാർ ഇത് ഒരിക്കലും ഉൾക്കൊള്ളില്ല. അവർ ഞാൻ പറഞ്ഞ പോലെ തേക്ക് വെച്ചോ തേച്ചോ പെയിൻ്റ് അടിച്ചോട്ടെ, നമ്മളതിൽ ഒബ്ജക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരിതിൽ കുറേ. പിന്നെ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കാൻ, നമുക്ക് എക്സ്പീരിയൻസ് അല്ല ഇമ്പോർട്ടൻറ്റ്. 30 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അപ്ഡേഷനാണ് ഇമ്പോർട്ടൻസ്. ഏറ്റവും കാലത്തിനനുസരിച്ച് മാറ്റമുള്ള അപ്ഡേഷൻ ചെയ്യണം. അപ്പോൾ ഈ അപ്ഡേഷൻ ആര് ഉൾക്കൊള്ളുന്നു അവരിത് മുന്നോട്ട് പോവുക. അല്ലാതെ ഇതിന് കുറേ കാരണങ്ങൾ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ കുറേ റീസൺ പറയാം, ചെയ്യരുത്. ഏതാ മറ്റു രാജ്യങ്ങളിൽ ചെയ്ത് സക്സസ് ആയാലും ഇന്ത്യയിലോ ലോക്കൽ ഒരു പ്രൊഡക്റ്റോ ഞാൻ മിക്സ് ചെയ്ത പ്രൊഡക്റ്റോ ഒന്നും അല്ല ഞാൻ കാണിക്കണേ. ഞങ്ങൾ മിക്സ് ചെയ്ത പ്രൊഡക്റ്റോ ഒന്നും അല്ല കാണിക്കണേ. ഇത് മെയ്ഡ് ഇൻ ജർമ്മനിയുടെ പ്രൊഡക്റ്റാണ്. ഈ കമ്പനിക്ക് 50,000 കോടി രൂപ വിറ്റ ഒരു വർഷമുള്ള കമ്പനിയാണത്. ഇന്ത്യയിൽ അവർ ഫാക്ടറി ഉണ്ട്, 200 സ്റ്റാഫ്, അവർക്ക് റിസർച്ച് ചെയ്യാനുള്ള സെൻറ്റർ ഉണ്ട് അവർക്ക്. ഇപ്പോൾ ഈ കളർ നമ്മൾ അടിച്ചല്ലോ, ഈ കളർ കസ്റ്റമൈഡ് കളറാണ്. നമ്മൾ ആവശ്യപ്പെടുന്ന കളർ ഉണ്ടാക്കി തരും, പക്ഷെ അത് 5000 സ്ക്വാട്ട് നമുക്ക് വേണം. ഇതാണെങ്കിൽ റെഡിയുള്ള കളറുകളാണ്. റെഡിയുള്ള കളറുകൾ നിങ്ങൾക്കിത് കിട്ടും. ഈ കളറുകളെല്ലാം റെഡിയുള്ള കളറുകളൊക്കെ കിട്ടും. നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് 10 to 20 ഡേയ്സ് വെയിറ്റിംഗ് ഉണ്ട്. ഇതങ്ങനെയാണ്. അവർ കോസ്റ്റ് കുറയ്ക്കാനും നമ്മൾ ഷോപ്പുകളിൽ കൊടുത്ത് അങ്ങനെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വരുമ്പോൾ ഇതിന് കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കോസ്റ്റ് കുറച്ച് തരാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇതുമേ വെയിലടിച്ചാൽ ചൂട് നമുക്ക് ഇപ്പോൾ ഉള്ള പുറത്തുള്ള ചൂടിനേക്കാളും കുറവായിരിക്കും അകത്ത്. ഇത് അടിച്ചു കഴിഞ്ഞാൽ വേറൊരു മെച്ചൂടി ഉണ്ട്. നമ്മൾ ഇതിന് ടോപ്പ് അടിച്ച കോട്ട് എന്ന് പറഞ്ഞാൽ WPM 310 ഏകദേശം 28 രൂപ വരും. അപ്പോൾ നല്ല പ്രൈമർ അടിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ 28 രൂപ ആഡ് ചെയ്യുക, കുറഞ്ഞ അടിക്കുകയാണെങ്കിൽ 28 രൂപ ആഡ് ചെയ്യുക. അങ്ങനെ ഇതിന് സ്ക്വയർ ഫീറ്റ് 40 രൂപ 50 പൈസ വരും, 34 രൂപ 50 പൈസ വരും. ഒരു സ്ക്വയർ ഫീറ്റാണ് കേട്ടോ റേറ്റ് തന്നെ. ഒരു സ്ക്വയർ ഫീറ്റ്. വാ ചേട്ടൻ വന്നേ, ഒരാൾ വരും. ചേട്ടാ പേരെന്താ വേണ്ടേ? അസീസ്. എവിടെ വീട് ചേട്ടേ? വടകര എന്ന് പറഞ്ഞാണ്. ഇന്നലെ രാത്രി പോകുന്നുണ്ടോ അല്ലേ ചേട്ടാ? ഇപ്പം നമുക്ക് ഒരു സിമെൻറ്റ്, വൈറ്റ് സിമെൻറ്റ് നമ്മൾ ആദ്യം അടിക്കണമല്ലോ. സിമെൻറ്റ് തേച്ച് കഴിഞ്ഞാൽ വൈറ്റ് സിമെൻറ്റ് പുട്ടി പെയിൻ്റ് ഇടുമ്പോൾ എത്ര രൂപ കോസ്റ്റ് വരും? എല്ലാം ചെയ്തു വരുമ്പോൾ എത്ര ഏകദേശം എന്നാലും ചേട്ടൻ ആവറേജ് പറയും? 50 പേരുണ്ട്. നമുക്കാണെങ്കിൽ ഈ സാധനം 40 രൂപയ്ക്ക് ടോപ്പ്, 34 രൂപയ്ക്ക് ജീവിതകാലത്ത് നിങ്ങൾ പെയിൻ്റ് അടിക്കില്ല. ഈ വന്നിരിക്കുന്നവരെല്ലാവരും സാക്ഷിയാണ്. നോക്കൂ, ഇവരെല്ലാവരും കാണിക്കും ജീവിതകാലം. ഇനി മുതൽ നമുക്ക് പായലിന് വിടാം, പൂപ്പലിന് വിടാം, പെയിൻറ്റിന് വിടാം. ടി വിയിൽ പരസ്യമിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മാറി ചിന്തിക്കൂ, നിങ്ങളുടെ പൈസ എല്ലാം പോകും. മാറി ചിന്തിക്കൂ. ഇവിടെ നിൽക്കുന്ന ആർക്കുണ്ട് സംശയമുണ്ട്? വാ ചേട്ടാ, ഈ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. ചേട്ടൻ പെയിൻറ്ററല്ലേ? പെയിൻ്റ് കോൺട്രാക്റ്റാണ്? എന്താണ് ഞാൻ കോൺട്രാക്ട്? എന്താണ് എൻ്റെ അഭിപ്രായം? വരൂ, നിങ്ങൾ അഭിപ്രായം പറയുമോ? മറ്റവർക്ക് മനസ്സിലാവണ്ടേ? അഭിപ്രായം പറയൂ. ഇവരെല്ലാം കാസർഗോഡ് കോഴിക്കോട് നിന്ന് വന്നാണ്. എന്തായിരുന്നു ഈ കോട്ടിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയോജനം? പണി തീരും. ബെനിഫിറ്റ് ആണോ? ഇത് വീണ്ടും ജീവിതത്തിൽ പെയിന്റ് അടിക്കേണ്ട ആവശ്യമുണ്ടോ? പായലിന് വിടാ, പൂപ്പലിന് വിടാ, പെയിന്റിന് വിടാ. അപ്പോൾ എല്ലാവരും ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നമുക്ക് ഇനി മുതൽ ഈ പെയിന്റ് എന്ന് പറയുന്നത് ടി വിയിൽ പരസ്യമിട്ട് എല്ലാ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ നിങ്ങളെല്ലാവരും മാറി ചിന്തിക്കുകയും നിങ്ങൾക്ക് പെയിന്റിന് പകരം പുതിയൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ഒറ്റ കോട്ടടിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾ പെയിന്റ് അടിക്കണ്ട. ഒറ്റ കോട്ടടിച്ചാൽ ജീവിതത്തിൽ പെയിന്റ് അടിക്കാത്ത പ്രൊഡക്റ്റ്. ഇന്ന് അതിന്റെ ക്ലാസ് ആയിരുന്നു. ഇവരെല്ലാവരും പെയിന്റിന് വിട പറഞ്ഞു. അടുത്ത മാസം ആഗസ്റ്റ് 1-ാം തീയതി അടുത്ത ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ഇതുവരെ എല്ലാവരും ഈ പ്രോഗ്രാം കണ്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നന്ദി. നിങ്ങളുടെ പരിചയക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. വീട് പണിയുന്നവരോ പെയിന്റ് അടിക്കുന്നവർക്കൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇതിനേക്കാൾ നല്ല പരിപാടിയായിട്ട് എത്രയും പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ പറയുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇട്ടാൽ ഉടനെ മറുപടി തരുന്നതാണ്. നന്ദി, നമസ്കാരം.